ലോകത്തുള്ള എല്ലാ മലയാളീസിനോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ പടവും ഇപ്പൊ തിയേറ്ററിൽ പോയി കാണാതിരുന്ന് പൊട്ടിച്ച് കൈ കൊടുത്തിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞ് ഇത് OTT ഇറങ്ങുമ്പോ അയ്യോ നല്ല പടമായിരുന്നു കാണായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഓ മാൻ ദിസ് ഫിലിം വാസ് വേ ഹെഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞ് വാഴ്ത്തിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ പോയി കാണാം. ഞാൻ സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഇപ്പൊ ഈ വീഡിയോ ഇടാൻ കാരണം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ മലയാള സിനിമയുടെ എന്താ പറയാ വൺ ഓഫ് ദ ഒരു ബിഗ്ഗസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ ഈ ഫിലിം സക്സസ് ആയാലാണ് ഇനി ഇതേപോലെ വലിയ സ്കെയിലുള്ള പടങ്ങൾ വരുള്ളൂ. നമുക്ക് ലാലേട്ടനൊക്കെ പറഞ്ഞ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് സ്പ്രെഡ് ആവുന്നത്. ആൾക്കാർക്ക് ഈ ഫിലിം സംസാരിക്കുന്ന ടോപ്പിക്കിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മളൊക്കെ ഈ അവിടെ ഇവിടെയൊക്കെ കേൾക്കാറില്ല, അല്ലെങ്കിൽ ഓരോ കോൺസ്പിറസി തിയറീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കേൾക്കാറില്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ഇങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. അത് ഗവൺമെന്റ് ആയിട്ടും അല്ലെങ്കിൽ വലിയ വലിയ കോർപ്പറേറ്റ്സ് ഒക്കെയാണ് നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതല്ലാണ്ട് നമ്മൾ അവരുടെ വലയത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം പോണേ. അപ്പൊ ആ ഒരു അതേപോലത്തെ ഒരു സബ്ജക്റ്റ് ആണ് ഇതിൽ പറയുന്നത്. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് തോന്നിയ നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ ഇതില് 1-2 ആക്ഷൻ സീക്വൻസ് ഉണ്ട്, മെയിൻ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് ഭയങ്കര ഷെയ്ക്കി ഷോട്ട്സ് ആയിട്ട് തോന്നി. നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് തരാൻ പറ്റുന്നില്ല സ്ക്രീനിൽ കാണുമ്പോൾ. അതാണ് എനിക്ക് ആകെ തോന്നിയത്. കുറച്ചും കൂടെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള എന്താ പറയാ, നമുക്ക് ചില ഫിലിമിൽ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, നമ്മൾ അതിന്റെ കൂടെ ഇരുന്ന് പോകും, നമ്മൾ അതിന്റെ കൂടെ ട്രാവൽ ചെയ്ത് പോകും. അങ്ങനത്തെ ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ പടം ഒന്നും കൂടെ ഒരു എന്താ പറയാ നമുക്കൊരു വാവ് ഫാക്ടർ തരാൻ പറ്റിയാണ്. അത് ഇതിൽ മിസ്സിംഗ് ആയിരുന്നു. എന്താ ഒരു വാവ് ഫാക്ടർ മിസ്സിംഗ് ആയിരുന്നു. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നല്ലൊരു ഫിലിമാണ്. പക്ഷേ ലാലേട്ടന്റെ പാർട്ട് വന്നപ്പോൾ അത് സെറ്റായി. ലാലേട്ടന് നല്ലൊരു ആക്ഷൻ സീൻ ഉണ്ട്. പിന്നെ പറയാനായിട്ട് ഒരു നെഗറ്റീവ്, മമ്മൂക്കയുടെ ലാലേട്ടന്റെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട്. 1-2 കോമ്പിനേഷൻ സീനിലെ ഡയലോഗ്സ് എന്തോ ക്യാരക്ടറിൽ നിന്ന് ഔട്ടായി പോയിട്ട് അവര് പേഴ്സണലി സംസാരിക്കുന്ന ഒരു സൗഹൃദ സംഭാഷണം പോലെ അതേപോലെ ഫീൽ ചെയ്തു. പക്ഷെ ഇതൊന്നും പടത്തിന്റെ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല കേട്ടോ. പറയാനായിട്ട് എന്തെങ്കിലും പറഞ്ഞെന്നുള്ളൂ. എനിക്ക് പേഴ്സണലി തോന്നിയ നെഗറ്റീവ്സ്. അല്ലാതെ മൊത്തത്തില് പടം വെർത്താണ്, കാണേണ്ട ഒരു പടമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും, നമുക്ക് പടത്തിനെ പറ്റി ചർച്ച ചെയ്യാം. ഓക്കെ, സോ ടേക്ക് ദിസ് ആസ് എ റിക്വസ്റ്റ്. പിന്നെ വേറൊരു കാര്യം, ഏത് ഫിലിം ആണെങ്കിലും നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ട്രെയിലർ കണ്ടിട്ടോ വാട്ട് എവർ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം തോന്നുകയാണെങ്കിൽ നിങ്ങളത് പോയി കാണാം. അല്ലാതെ ബാക്കിയുള്ളവരെ റിവ്യൂ അഭിപ്രായമോ കേട്ടിട്ട് അതിനെ വിലയിരുത്തരുത്. നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം വേണ്ടേ? ഏത്